Hello guys, welcome back to my YouTube channel, Back Alvo. Feel the heat, the flames arise in this kitchen where flavors surprise. Chop the garlic, dance with the zest. But Calvo's magic, it's time for the quest. Oh, let the fire blaze, the dishes ignite. Cooking with passion, it feels so right. Stirring up love in every pot and pan. But Calvo vibes come join the clan. അപ്പോൾ ഗൈസ് ഇന്ന് നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തായ്ലാൻഡുകാരുടെ അവരുടെ വൺ ഓഫ് ദി ബെസ്റ്റ് ഫുഡാണ് ക്രാപ്പോ, പാറ്റ് ക്രാപ്പോ എന്നാണ് ഇതിനെ പറയുക. ഇത് വൺ ഓഫ് ദി ബെസ്റ്റ് തായ്ലൻഡ് ഫുഡാണ്. ഇതെങ്ങനെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ റൈസ്, അതിൻ്റെ മുകളിൽ മീറ്റ്, പിന്നെ നല്ല ഫ്രൈഡ് ആയിട്ടുള്ള എഗ്ഗ്, അങ്ങനെയാണ് ഇത് വരിക. വളരെ എളുപ്പമാണ്. വിത്തിൻ 15 മിനിറ്റ് നമുക്കിത് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യല്ലേ. പേട്ടൻ്റെ പെടാ. അപ്പോൾ ഗൈസ് ഇന്ന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ ബീഫാണ്. ബീഫിൻ്റെ മിൻസാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ ക്രാപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചിക്കനാ അല്ലെങ്കിൽ പിന്നെ എന്തിൻ്റെ പോക്കാ എന്ത് പണ്ടാരം വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ഒരു പ്രശ്നമില്ല, വളരെ ഈസിയാണ്. 10-15 മിനിറ്റ് കൊണ്ട് പരിപാടി കഴിയും. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. എന്ത് ഫുഡ് ഓർഡർ ചെയ്യേണ്ട ഒരു സുഖമില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട് തായ്ലൻഡുകാരനാണെങ്കിൽ, കാരണം ഞാൻ മുമ്പ് വർക്ക് ചെയ്ത സ്ഥലത്ത് ഒരു തായ്ലൻഡുകാരൻ എനിക്ക് ഫ്രണ്ടായിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരൻ എന്നോട് പറയും, നീ എന്തിട്ട് നിനക്കറിയില്ല എന്തിട്ട് കഴിക്കേണ്ടതെന്ന്. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നീ കുറച്ച് ക്രാപ്പ് ഓർഡർ ചെയ്യും, അടിപൊളിയായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് വേണ്ടത് നമ്മുടെ മുളക്, അതേപോലെ നമ്മുടെ തായ് ബേസൽ, അതേപോലെ ഗാർലിക്ക്, പിന്നെ ഒനിയൻ, സ്പ്രിങ് ഒനിയൻ, പിന്നെ ബീഫ് മിൻസ്, ഇതിനാണ് വേണ്ടത്. പിന്നെ എനിക്കറിയാം തായ് ബേസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, എന്തിട്ടാണ്. ഇത് നമ്മുടെ കൃഷ്ണ തുളസിയാണ്. നമ്മുടെ കൃഷ്ണ തുളസി നല്ല സ്മെല്ലുള്ളത് ആ സാധനമാണ് ഈ സാധനം. നമ്മളിവിടെ ആദ്യമായിട്ട് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്തൊരു സാധനവും മനസ്സിലാവണില്ലോ എന്ന്. അത് കഴിഞ്ഞിട്ട് ഈ സാധനം എടുത്ത് സ്മെല്ല് ചെയ്ത് നോക്കിയപ്പോൾ മനസ്സിലാകണം നമ്മുടെ കൃഷ്ണ തുളസിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കോയ്സ്. പാട്ടിൻ്റെ പെടാ. നമുക്ക് ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഗാർലിക്ക് നന്നായിട്ട് ചതച്ചെടുക്കണം. ഏകദേശം ഈ ഒരു പരിവാകുമ്പോൾ നമുക്ക് നിർത്താം. അതിന് ശേഷം നമുക്ക് ചുവന്നമുളക് ഇതിൻ്റെ ഒരു പകുതി മതി, അതേപോലെ നമ്മുടെ പച്ചമുളക് ഇതിൻ്റെ ഒരു പകുതി ഇടുക, ചതയ്ക്കുക. ഓക്കെ, എന്നിട്ട് ഗൈസ് നമ്മുടെ റെഡ് ചില്ലീസും ഗ്രീൻ ചില്ലീസും ഗാർലിക്കിൻ്റെ കൂടെ ഇടുക, വീണ്ടും ചതച്ചെടുക്കുക. ഓക്കെ, നമ്മുടെ സാധനം ഇവിടെ സെറ്റായിട്ടുണ്ട്. നമുക്കപ്പോൾ ഇതാദ്യം എടുത്തിട്ട് മാറ്റി വയ്ക്കാം. കണ്ടാ, 0 വേസ്റ്റേജ്. ഇനി എന്നിട്ട് വേണ്ട ഗൈസ്, ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ഗാർണിഷിങ്ങിനാണ്. നമുക്ക് നമ്മുടെ ബാക്കിയുള്ള നമ്മുടെ ഗ്രീൻ ചില്ലീസും അതേപോലെ നമ്മുടെ റെഡ് ചില്ലീസും ഒന്ന് കട്ട് ചെയ്ത് വയ്ക്കാം. ഓക്കെ, ഉണ്ടാ വാങ്ങിയില്ലേ, സെറ്റ്. അപ്പോൾ നമ്മുടെ ഗാർണിഷിങ്ങിന് വേണ്ട ചില്ലീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിനടുത്ത് മാറ്റി വയ്ക്കാം. സ്പ്രിങ് ഓനിയൻസ് വേണം. ഇതെന്തിനാണ് നമ്മൾ യൂസ് ചെയ്യണേ? അഗെയിൻ ഗാർണിഷിങ്. ഓക്കെ, അപ്പോൾ ഗൈസ് ഇനി നമുക്ക് എന്തിനാ വേണ്ടത്? ഇനി നമുക്ക് വേണ്ടത് റെഡ് ഒനിയനാണ്. ഇതെന്തിനാണ്? നമ്മൾ ആദ്യം തന്നെ ഗാർലിക്കും നമ്മുടെ മുളകും ചതച്ചെടുത്തില്ലേ, അതിലേക്ക് നമുക്കിത് കുനുകുനാന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്തിട്ടിടണം. ഓക്കെ, ഗൈസ് നമ്മുടെ ഗാർലിക്കും നമ്മുടെ റെഡ് ചില്ലീസും കട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ, അതിനുള്ളിലേക്ക് നമ്മുടെ ഒനിയൻസും. ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സോസ് ഉണ്ടാക്കണം. നമ്മുടെ ക്രാപ്പോൻ്റെ മുകളിൽ ഒഴിച്ച് ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട്
അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സോയ സോസ്, അതേപോലെ ഷുഗർ, പിന്നെ വേഴ്സസ് സോസ്. ഓക്കെ. അപ്പോൾ ഗൈസ് നമ്മുടെ ഈ സോസിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോസിൽ വരുന്ന ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ വിനാഗർ, നമ്മുടെ സ്പിരിറ്റ് വിനാഗർ, അതേപോലെ ഷുഗർ, ഫിഷ് സോസ്, സോൾട്ട്, ഗാർലിക് പൗഡർ, ചില്ലി പൗഡർ, ഒനിയൻ പൗഡർ എല്ലാം ചേർന്നിട്ട് വരുന്നതാണ് ഇത്. അപ്പോൾ ഇതിലുള്ള ഫിഷ് സോസ് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഫിഷ് സോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോർമലി കേരളത്തിൽ നിന്ന് വരുന്ന ഒരാൾക്കൊക്കെ ഇൻടേക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ചിലപ്പോൾ വൊമിറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി വരെ ഉണ്ട്. കാരണം അത്രയും എന്നിട്ട് പറയുക ഫിഷിൻ്റെ ഉമ്മാമി ആ ഫിഷ് സോസിലുണ്ട്. അപ്പോൾ ഫിഷ് സോസ് മാത്രമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ബേസിക്കലി ഞാൻ ഇത് ചൂസ് ചെയ്തത്. അല്ലെങ്കിൽ നമുക്ക് ഫിഷ് സോസ് മാത്രമായിട്ട് ഒരു 2 സ്പൂൺ നമ്മുടെ സോസിലേക്ക് യൂസ് ചെയ്യാമെന്നു. അപ്പോൾ അതാണ് നമ്മൾ ചേർക്കാൻ പോകുന്നത്. ഗൈസ് ആദ്യം നമ്മൾ നമ്മുടെ സോയ സോസ് എടുക്കുക, പിന്നെ നമ്മുടെ സോസ് ഇത് ഒരു 2 സ്പൂൺ തന്നെ. അപ്പോൾ നിങ്ങൾ എത്രയാണോ സോയ സോസ് എടുക്കുന്നത് ആ സെയിം അളവിൽ ഈ സോസ് യൂസ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മുടെ ഫിഷ് സോസാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഹാഫ് ഇട്ടാ സോയ സോസ് എടുത്തതിൻ്റെ ഹാഫ്. ഓക്കെ. അതിന് ശേഷം നമ്മുടെ ഷുഗർ. ഓക്കെ. ഇനി ഇവനെ നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മുടെ ഗാർണിഷിങ്ങിനുള്ള സാധനവും സോസും എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളെന്തിട്ട് ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബീഫിൻ്റെ മിൻസില്ലേ ഇവനെ നമ്മൾ പാൻ എടുക്കും. പാനിലൊരു 2 ടേബിൾ സ്പൂൺ നമ്മുടെ ഓയിൽ ഒഴിക്കും. അതിലേക്ക് നമ്മുടെ ബീഫ് ഇടും. ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യും. അതിന് ശേഷം നമ്മുടെ പാനിലിട്ട ഭാഗം ബ്രൗൺ കളറാവുന്ന സമയത്ത് നമ്മൾ തിരിച്ചിടും. അതിന് ശേഷം ഒരു 3 to 4 മിനിറ്റ് നമ്മളൊന്ന് പൊട്ടിച്ച് കൊടുക്കും. ഈ ബീഫിനെ ഒന്ന് പൊട്ടിച്ച് ഒന്ന് ഇളക്കി കൊടുക്കും. അതിന് ശേഷം നമ്മുടെ ഗാർണിഷിങ്ങിനായി എടുത്ത് വെച്ചേക്കുന്ന സാധനങ്ങൾ എല്ലാം ഇടും. നമ്മുടെ ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും നമ്മുടെ മുളകും അരിഞ്ഞ് വെച്ചിട്ടുള്ള നമ്മുടെ സബോളയും ഇടുക. നമ്മുടെ സോസ് ഒഴിക്കും. നന്നായിട്ട് മിക്സ് ചെയ്യും. അതിനുശേഷം തൈ ബേസിൽ. ഓക്കെ. എന്നിട്ട് മിക്സ്. വീണ്ടും കുറച്ച് ഓയിൽ എടുക്കും. ഓയിൽ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് മുട്ട പൊട്ടിച്ചെടുത്ത് മുട്ട ഫ്രൈഡ് ആക്കി എടുക്കും. ആ മുട്ടയാണ് നമ്മൾ ഇതിൻ്റെ മുകളിൽ നമ്മുടെ റൈസ് ഇട്ട് നമ്മുടെ ബീഫ് ഇട്ട് അതിൻ്റെ മുകളിൽ വെക്കുക. അതാണ് നമ്മുടെ ക്രാപ്പ്. ഓക്കെ. ഓക്കെ സാധനം സെറ്റ് ആക്കണണ്ട. ഇനി നമുക്ക് ഇവനെങ്ങനെ എടുത്തിട്ട് പ്ലേറ്റ് ചെയ്യാം കേട്ടോ. എടുത്ത് വയ്ക്കാം കേട്ടാ സെൻറ്ററിൽ. ബ്യൂട്ടിഫുൾ. അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ടാകുന്നുള്ള നമ്മുടെ റെഡും ഗ്രീനുമായിട്ടുള്ള നമ്മുടെ ഗാർണിഷിന് പറ്റിയ സംഭവങ്ങൾ ഞാനിങ്ങനെ സൈഡിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ് ഒരു ലൈമിൻ്റെ പീസും കൂടി ഞാനിവിടെ ഇങ്ങനെ വയ്ക്കുന്നുണ്ട്. സെറ്റായില്ലേ ഇപ്പോൾ? ബ്യൂട്ടിഫുൾ. ഈ നമ്മൾ ചെയ്യണത് സൈഡായിട്ട് കുറച്ച് ബ്രൊക്കോളി കൂടി ഞാൻ സെറ്റ് ചെയ്യുന്നുണ്ട്. ആദ്യം കുറച്ച് ഗാർലിക്. ഓക്കെ. ഒരു 1 മിനിറ്റ്. ഓക്കെ. ലോ ഫ്ലെയിമിൽ. ഗൈസ് ഇതേപോലെ ഒരു ബ്രൗണിഷ് കളറായി വരുമ്പോൾ ഇതിലേക്ക് നമ്മുടെ ബേബി ബ്രൊക്കോളി. ഓക്കെ. ഗൈസ് ഏകദേശം ഇങ്ങനെ ഒരു ഫ്രൈ ആയി വരുമ്പോൾ ഒരു 2 സ്പൂൺ സോയ സോസ്. നോക്കിയാൽ നമ്മുടെ ബ്രൊക്കോളികൾ സെറ്റായിട്ടുണ്ട്. നമുക്ക് പിന്നെ എടുക്കാം അല്ലേ. ഇങ്ങനെ നമുക്ക് ഇങ്ങനെ വയ്ക്കാം അല്ലേ. അപ്പോൾ ഗൈസ് നമ്മുടെ ക്രാപ്പോ ഇവിടെ റെഡി ആയിട്ടുണ്ട്.
അതിനൂടെ സൈഡായിട്ട് ഞാൻ കുറച്ച് ബ്രൊക്കോളി കൂടി ഉണ്ടായിട്ടുണ്ട്. Sizzle in the pan, can you feel that heat? Bokova is here, bring that fiery beat. Chop it up, whip it fast, let the flames collide. Dance in the kitchen, turn the music up high. Bokova lighting up the night. Flames in the kitchen, everything's alright. Cooking a passion, it's a silly show. Join the rhythm, let the good times flow. അപ്പോൾ ഇത് ടേസ്റ്റിംഗ് ടൈമാണ്. നമ്മുടെ മായ ഇവിടെ ഉണ്ട്, മായൂസ് ഇവിടെ ഉണ്ട്. നമുക്ക് അവളെ ടേസ്റ്റ് ചെയ്യാൻ വിളിക്കാം. ലെറ്റ്സ് ടേസ്റ്റ്. ക്രാപ്പ് എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്തേക്കണ മീറ്റ് എന്നിട്ടാ, നമ്മൾ യൂസ് ചെയ്തേക്കണ മീറ്റ് ബീഫാണെന്ന്. അപ്പോൾ ആരാ ടേസ്റ്റ്? നീ ടേസ്റ്റ് ചെയ്യാതെ. റൈസ് എങ്ങനെയുണ്ട്? മധുരമുണ്ട്. മധുരം ചെറിയ സ്പൈസി, നല്ല ഫ്രൈ ആയിട്ടുണ്ട്, നല്ല നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് ആക്ച്വലി ഞാനൊരു റെസ്റ്റോറൻറ്റിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ അടുത്തൊരു തായ്ലാൻഡ് റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഞങ്ങൾ പോയിട്ട് കഴിക്കണതാണിത്, ക്രാപ്പോ. പക്ഷേ ഇത് ആക്ച്വലി ഞാനിത് ഉണ്ടാക്കിയേക്കണത് ഒട്ടും അത്ര അധികം സ്പൈസി ഇല്ല. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടിയോ അല്ലെങ്കിൽ കുറച്ച് മുളക് ചതച്ച്, നല്ല എരിവുള്ള മുളക് ചതച്ചിട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും അല്ലേ? നോർമൽ സ്പൈസ് ഉണ്ട്. അത് മധുരം, അതേപോലെ കുറച്ച് സൗർനെസ്, പിന്നെ നമ്മുടെ സോയ സോസിന്റെ രുചി, സോൾട്ട്നെസ് എല്ലാം കൂടി വരുന്ന ഒരു ടൈപ്പ് ഫുഡാണ്. നീ ക്രാപ്പ് മുമ്പ് കഴിച്ചിട്ടില്ലേ? ഇല്ല. ഓ ആ ഓക്കെ. അപ്പം ഇനി ഞാൻ ടേസ്റ്റ് ചെയ്യാം. ബ്രൊക്കോളി ടേസ്റ്റ് ചെയ്യണല്ലേ? ബ്രൊക്കോളി പറഞ്ഞെടുത്ത് ഒന്ന് ഇങ്ങനെ കടിച്ച ബേബി ബ്രൊക്കോളിയാണ് ഞാൻ എടുത്തിരിക്കണേ. ആ അങ്ങനെ അതന്നെ. എങ്ങനെയുണ്ട്? ആ കടിക്കാൻ കിട്ടുന്നില്ല, ടക്കടക്കാന്ന് പറഞ്ഞിട്ട്. ആ നല്ല ഫ്ലേവർ. ജ്യൂസ് കുടിക്കാം. അപ്പോൾ ഗൈസ് ഇനി ഞാൻ ട്രൈ ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ എടുക്കുന്നത് ഇങ്ങനെ പൊട്ടിക്കണം. ഇതിൻ്റെ ഇത് ഇങ്ങനെ എടുത്തിട്ട് കുറച്ച് റൈസും ഇങ്ങനെ എടുത്തിട്ട് ഇതിൽ നമ്മുടെ ലൈമ് ഇങ്ങനെ സ്ക്യൂസ് ഇങ്ങനെ എടുത്തിട്ട് ബീഫിൻ്റെയും ആ സോയ സോസിൻ്റെയും ആ ഷുഗറിൻ്റെയും എല്ലാത്തിനും ഫ്ലേവർ ഉണ്ടല്ലോ, പക്കായിട്ട് നിൽക്കുക. റിയലി ടേസ്റ്റി. നമ്മൾ ബ്രൊക്കോളി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതൊക്കെയാ നമ്മുടെ ഗാർലിക്ക് കടിച്ചു നോക്കാം അല്ലേ? അതെനിക്ക് ഇഷ്ടമായിട്ടാ, നല്ല ഫ്ലേവർ ഉണ്ട്. ബ്രൊക്കോളി, നമ്മുടെ ബേബി ബ്രൊക്കോളി ഒരു പീസ് എടുക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഗൈസ്. ഇതെൻ്റെ ഫേവറേറ്റ് ആയിരുന്നു. ആക്ച്വലി ഞാൻ നമ്മുടെ മാർക്കറ്റുകളിൽ വർക്ക് ചെയ്യണതില്ലേ, നമ്മുടെ ഓക്സ്ഫോർഡ് സർക്കസ്, അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ തൊട്ടടുത്തൊരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. ക്രാപ്പോയ് എന്നാണ് ആ റെസ്റ്റോറൻറ്റിൻ്റെ പേര്, ക്രാപ്പോയ്. അപ്പോൾ അവിടെ നമ്മുടെ ഒരു പയ്യ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫുഡ് ഇടയ്ക്ക് സ്വാപ്പ് ചെയ്യും. സ്വാപ്പ് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും കഴിക്കണതാണ് ക്രാപ്പോ. അവരുടെ പോർക്കാണുള്ളത്, പോർക്കിൻ്റെ ക്രാപ്പോ. അപ്പോൾ നമ്മളവിടെ കുറച്ച് ഇന്ത്യൻസ് ഉള്ള കാരണം പോർക്കിൻ്റെ ക്രാപ്പ് എല്ലാവരും വാങ്ങിച്ച് കഴിക്കില്ല. പക്ഷെ നമ്മളെല്ലാം കഴിക്കും. നമുക്ക് ഈ സാധനം കിട്ടിയപ്പോൾ ഞാൻ കഴിച്ച് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അവർ ഏറ്റവും കൂടുതൽ ഇതിൽ ഒരുപാട് ഇഞ്ചി ഇടും. നമ്മളിപ്പോൾ ഇതിൽ ഇഞ്ചി ഇട്ടിട്ടേ ഇല്ല, പക്ഷെ അവർ ഇഞ്ചി കട്ട് ചെയ്തില്ല. അത് നല്ല ടേസ്റ്റ് ആട്ടോ, ഇഞ്ചി ഓരോന്നുണ്ടല്ലേ. പക്ഷെ എനിക്ക് ഇതിന്റെ സ്പൈസ് ഒക്കെ സെറ്റ് ആണ്. പൊതുവെ ഞാൻ അധികം സ്പൈസ് കഴിക്കാത്തതുകൊണ്ടാന്ന് തോന്നുന്നു. മധുരം സ്പൈസ് ഒക്കെ വന്നിട്ട് എനിക്ക് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട്. ഇതിൽ മെയിൻ ആയിട്ട് വരുന്ന സോയ ആണല്ലേ, കൂടുതൽ സോയ സോസിന്റെ ഒരു ഇതല്ലേ കൊടുത്തിരിക്കണേ. ആക്ച്വലി ഇതിൽ ഞാൻ വീഡിയോയിൽ പറഞ്ഞല്ലോ, ഫിഷ് സോസാണ് അവർ യൂസ് ചെയ്യുക. ഫിഷ് സോസ് ഞാൻ ഉപയോഗിക്കേണ്ടിരുന്നത്
എനിക്ക് ആ ഫ്ലേവർ അത്ര അങ്ങോട്ട് ഇഷ്ടമല്ല. കാരണം അതിൻ്റെ ഉമാമി ഇപ്പോൾ നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത അത്ര ഭയങ്കര ഫ്ലേവറാണ്. ആ ഒരു സ്മെല്ലും അത് കാരണമാണ് ഞാൻ ഫിഷ് സോസ് യൂസ് ചെയ്യാണ്ട് നമ്മുടെ ഈ സോസ് യൂസ് ചെയ്തത്. പക്ഷേ ഇത് സെറ്റാട്ടോ, പെർഫെക്റ്റ് സാധനം. കാരണം നമുക്ക് എക്സ്ട്രാ ഒന്നും ചേർക്കണ്ട. ആക്ച്വലി ആ സോസ് മാത്രം മതി ഇത് ഉണ്ടാക്കാൻ. പിന്നെ ഞാൻ കുറച്ച് സോയ സോസും കൂടി വെച്ച് ഷുഗർ ഇട്ടൊന്ന് കളറാക്കിയെന്ന് മാത്രം. യമ്മി യമ്മി. കഴിച്ചിട്ട് കൊതി പറഞ്ഞില്ല. കട്ട് പറഞ്ഞ പിന്നെ ഇരുന്ന് കഴിയുമ്പോൾ കുറച്ച് പൊളിച്ചായിട്ട് കഴിക്കുന്നുണ്ടേ. അപ്പോൾ ഗായ്സ്, ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോസുമായി ബക്കാൽവോ ടീം വീണ്ടും വരും. ബക്കാൽവോ. സ്പൂൺ കൊണ്ട് കഴിക്കും. കഴിക്കാം. പിന്നെന്താ, എനിക്ക് സ്പൂണാണ് ഇഷ്ടപ്പെട്ടത്. സ്പൂണിൽ എനിക്ക് എല്ലാം കറക്റ്റ് കിട്ടി. എന്തിനാ വേണം ഇത് ഭാഷ? നീ ഭയങ്കര ഷെഫായല്ലേ? ഞാൻ വേറെ ഷെഫാണല്ലോ. അൺബിലീവബിൾ. ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഓരോ ദിവസം കൂടുന്തോറും ഇംപ്രഷൻ കൂടി വരുന്നു. ഇംപ്രഷനാണോ ടേസ്റ്റ് ആണോ? ടേസ്റ്റ് ഉള്ളത് കൊണ്ട് അതിന് ഇംപ്രഷൻ. ടേസ്റ്റ് ഉണ്ടാക്കുന്നുണ്ടല്ലോ എന്ന് അറിഞ്ഞോണ്ട്. നമ്മളെ റെസ്റ്റോറൻറ്റ്സിലൊക്കെ കിട്ടുന്ന പോലത്തെ സാധനങ്ങൾ. പിന്നെ റെസ്റ്റോറൻറ്റിലല്ല ഞാൻ വർക്ക് ചെയ്തത്, ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നതല്ല. അങ്ങനെയല്ല, നമ്മള് വീട്ടിലുണ്ടാക്കുമ്പോൾ കുറച്ച് മിസ്റ്റേക്ക് അങ്ങനെയൊക്കെ സംഭവം വരില്ലേ? ഇത് പെർഫെക്റ്റ് ആയിട്ട് ഒരു ഹോട്ടലിൽ നമ്മൾ സെർവ് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാം കറക്റ്റ് ആയിട്ട് വരണമല്ലോ. അതുപോലെ ഇത് കിട്ടണമെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യം.